പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടായിട്ട് ഇന്ന് സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ കണ്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യാക്കോബിൻ്റെ പിതാവായ അബ്രഹാം പരദേശിയായി പാർത്ത കനാൻ ദേശത്ത് യാക്കോബ് താമസിക്കുമ്പോൾ യാക്കോബിന് 12 ആൺമക്കളും ഒരു മകളുമുണ്ട്. മൂത്ത സഹോദരന്മാരെല്ലാം ആട് മേയ്ക്കലാണ്. യാക്കോബിന് വാർദ്ധക്യത്തിൽ ജനിച്ച 17 വയസ്സുള്ള മകനാണ് യോസേപ്പ്. യാക്കോബിന് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായ യോസേപ്പിനോട് വലിയ സ്നേഹമായിരുന്നു, മറ്റുള്ളവരെക്കാളും അധികം സ്നേഹമായിരുന്നു. അതുകൊണ്ട് ആട് മേയ്ക്കാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവനെ പറഞ്ഞു വിടാതെ വീട്ടിൽ കാര്യാദികളൊക്കെ നോക്കി അപ്പനോട് പാർക്കാൻ ഇളയ മകനായ യോസേപ്പിനെ അനുവദിച്ചു. യാക്കോബ് അവനൊരു നിലയെങ്കിലും ഉണ്ടാക്കി കൊടുത്തു. സഹോദരന്മാർക്കെല്ലാം അവന് ഭയങ്കര അസൂയയും അമർഷവുമായി. യാക്കോബിൻ്റെ ഭാര്യമാരായ സിൽപ്പായുടെയും ബിൽഹായുടെയും മക്കളോട് കൂടെ ആട് മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരോട് കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ശ്രുതികളൊക്കെ യാക്കോബിന് അപ്പനായ യാക്കോബിന് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക പതിവായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു. സഹോദരന്മാരോട് അത് വിവരിച്ച് കേൾപ്പിച്ചു. അതിങ്ങനെയാണ്: ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ ഒരു കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. 11 കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് ഭയങ്കര കലിയായി. എന്ത് ധിക്കാരമാണ് നീ ഇത് പറയുന്നത്? ഞങ്ങളെല്ലാം നിന്നെ വീണ് നമസ്കരിക്കുമെന്നോ? അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യോസേപ്പിന് പിന്നെ ഒരു സ്വപ്നങ്ങളുണ്ടായി. യോസേപ്പ് പറഞ്ഞു: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വീണ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സഹോദരന്മാരുടെ കലി വർദ്ധിച്ചു. സഹോദരന്മാർ പറഞ്ഞു, ഇവൻ്റെ ധിക്കാരം ഇച്ചിരി കടുപ്പമായിപ്പോയി. ഈ വിവരം അപ്പനായ യാക്കോബിനെ എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഇത് കേട്ടിട്ട് അവനെ ശാസിച്ചു: എടാ, നിന്റെ അപ്പനും അമ്മയും മൂത്ത സഹോദരന്മാരെല്ലാം നിന്നെ വണങ്ങി നമസ്കരിക്കുന്നതാണോ? നീ രാജാവാകുന്നതാണോ? നിന്റെ ഇങ്ങനെ ശാസിച്ചിട്ട് പറഞ്ഞു. ആ കാര്യം യാക്കോബ് മനസ്സിൽ സൂക്ഷിച്ചു. സഹോദരന്മാർക്ക് ഭയങ്കര പകയായി. എങ്ങനെയെങ്കിലും ഇവരെ തട്ടിക്കളയണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇങ്ങനെ മൂത്ത സഹോദരന്മാരെല്ലാം കൂടി ആട് മേയ്ക്കാനായിട്ട് പോയപ്പം യാക്കോബ് ഒരു ദിവസം ഈ യോസേപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു: മകനെ, നീ ഇങ്ങോട്ട് വാ. നീ നമ്മുടെ മൂത്ത സഹോദരന്മാരെല്ലാം ആട് മേയ്ക്കാൻ പോയിരിക്കല്ലേ? നീ ചെന്ന് അവർക്കൊക്കെ സുഖം തന്നെയാണോ? ആടുകളൊക്കെ സുഖമായിരിക്കുന്നോ എന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. യോസേപ്പ് സഹോദരന്മാരുടെ അടുക്കലേക്ക് അപ്പൻ്റെ ആജ്ഞ കേട്ട് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്തു. അവരതിനെല്ലാം അന്വേഷിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ചെന്ന് ചോദിച്ചു: നീ എന്നതാ അന്വേഷിക്കുന്നത്? അപ്പോൾ എൻ്റെ മൂത്ത സഹോദരന്മാർ ആട് മേയിച്ചുകൊണ്ട് ഇതിനെ നടക്കുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ആള് പറഞ്ഞു: നമുക്ക് ഇന്ന് ദോതാനിലേക്ക് പോകാം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അത് കേട്ട് യോസേപ്പ് ദോതാനിലേക്ക് ചെന്നു. അപ്പം സഹോദരന്മാരെല്ലാം അവിടെ ആട് മേയിച്ച് നിൽക്കുന്നത് കണ്ടു. സഹോദരന്മാരെല്ലാവരും കൂടി പറഞ്ഞു: ഇതാണ്ടേ, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ പൊട്ടിച്ച് കൈയോടെ കൊന്നു കളഞ്ഞേക്കാം.
ഈ അസൂയ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം പ്രിയരെ, ലോകത്തിൽ നമുക്ക് ഒരു കാരണവശാലും ആരോടും അസൂയ ഉണ്ടാകരുത്. പിന്നെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്ഷാഭേദം കാണിക്കരുത്. മക്കള് 12 പേരും തുല്യ, ആരോടും മുഖപക്ഷം വേണ്ട. അപ്പോൾ ഒരാളോട് പ്രത്യേക കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സഹോദരങ്ങൾക്ക് അവരോട് ആമർഷം ഉണ്ടാകും. ഇത് ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അത് കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നോക്കണം. പക്ഷേ യോസഫ് ഇതൊക്കെ നിവകതമായിരുന്നു. അതുകൊണ്ട് യോസഫിനോട് യാക്കോബിന് ഭയങ്കര സ്നേഹം തോന്നി. കൈയോടെ അവനെ തട്ടിക്കളഞ്ഞേക്കാമെന്ന് സഹോദരന്മാരെല്ലാം പറഞ്ഞു. അപ്പം മൂത്ത സഹോദരനായ റൂബേൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കൊല്ലണ്ട, ഒരു പൊട്ടക്കല്ലിലോട്ട് കൊണ്ട് അങ്ങ് തട്ടാം അവനെ. അപ്പം അവിടെ കിടന്ന് മരിച്ചു പൊക്കോളും, എന്തെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് ആട്ടെ എന്ന് പറഞ്ഞ് യോസേഫിനെ ഒരു പൊട്ടക്കല്ലിൽ തള്ളിയിട്ടു. അങ്ങനെ എന്നിട്ട് യോസഫിൻ്റെ നിലയങ്കി എടുത്ത് ഒരാടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി അപ്പനെ കൊണ്ട് കാണിച്ചു. നിങ്ങളെ അപ്പൻ്റെ മകൻ യോസഫിനെ ഏതോ കാട്ടുമൃഗം കടിച്ചു കയറി തിന്നു, ഇത് അവൻ്റെ വസ്ത്രമാണോ എന്ന് നോക്കാൻ പറഞ്ഞു. യാക്കോബ് നോക്കിയപ്പോൾ ഇത് യോസഫിൻ്റെ വസ്ത്രം തന്നെയാണ്. അവൻ പൊട്ടിക്കരഞ്ഞു, തകർന്നു പോയി. എൻ്റെ നരയിൽ നിങ്ങൾ സങ്കടത്തോടെ ദുഃഖത്തോടെ പാതാളത്തിലാക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞു. ഏതായാലും ഈ സംഭവം കഴിഞ്ഞപ്പോൾ മിദ്യാന്യര് എന്ന കച്ചവടക്കാർ അതുവഴി വന്നു. അപ്പം മൂത്ത സഹോദരനായ റൂബൻ യോസഫിന് പൊട്ടകൻ്റെ നെടുത്ത് മിദ്യാന്യർക്ക് 20 വെള്ളിക്കാശ് കൊടുത്തു, അടിമയായിട്ട് കൊടുത്തു. അവര് യോസഫിനെ ബന്ധിച്ച് അടിമയായി കൊണ്ടുപോയി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സേനാനായകനായ പൊത്തിപ്പേർ എന്ന് പറയുന്ന സൈന്യാധിപൻ, ഫറവോന്റെ സൈന്യാധിപൻ, ഈ യോസഫിനെ വിലയ്ക്ക് വാങ്ങിച്ചു അവനെ വീട്ടിൽ ഉള്ള എല്ലാത്തിൻ്റെ അധികാരിയായി. അവൻ നല്ല കോമളനും കഴിവുള്ളവനും ആരോഗ്യമുള്ളവനും ഒക്കെ ആയിരുന്നു. അവൻ നല്ല ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുത്തിഫേറിൻ്റെ ഭവനത്തിൽ ഇവനെ എല്ലാ കാര്യവും അവൻ ചോദനപ്പെടുത്തിയിട്ട് ഈ സൈന്യാധിപൻ, സേനാനായകൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അപ്പോൾ യോസഫ് മരിച്ചുപോയി എന്നാണ് അപ്പം വിചാരിച്ചത്. സഹോദരന്മാരും അവൻ്റെ കഥ കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിൽ അവരും അങ്ങനെ സമാശ്വസിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈ യോസഫിനെ കുറിച്ചുള്ള ശേഷം കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം നമ്മെ ഈ വചനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.